2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരായിരിക്കും നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി എന്നതാണ്. ബിജെപി ജയിക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു അവകാശിയില്ല. അത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദിക്ക് പ്രതീക്ഷിച്ചത്ര ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റൊരു സമവായ സ്ഥാനാർത്ഥി ഉണ്ടാവുക. ഒരുപക്ഷെ അത് ബിജെപിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷികളിൽ നിന്നോ ഉണ്ടാവുകയും ചെയ്യാം. പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥാനാർത്ഥികളാണ് പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി യത്നിക്കുന്നത്. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, മറ്റു പ്രാദേശിക കക്ഷികളും പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആണ് പ്രധാനമന്ത്രി പദത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അതിനുവേണ്ടി തൻ്റെ കുപ്പായം തയ്ച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഉള്ള അവസരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് കോൺഗ്രസ് പോലും കണക്ക് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനമന്ത്രി പദം നൽകേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടപ്പെടുന്നത്. ബംഗാളിൽ നിന്നുള്ള മമതാ ബാനർജി പ്രധാനമന്ത്രി പദത്തിനുള്ള അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അവർ കൊൽക്കത്തയിൽ നടത്തിയ ഐക്യ ഇന്ത്യ റാലി അതിനുള്ള വിളംബരമായിരുന്നു. ഏതാണ്ട് രാജ്യത്തെ എല്ലാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും മമതാ ബാനർജിക്ക് പിന്തുണ അർപ്പിച്ച് ആ റാലിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് അവർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള മായാവതിയാണ്. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഉത്തർപ്രദേശിൽ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മായാവതി എന്ന മുഖം പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശിലാകെ അടുത്ത പ്രധാനമന്ത്രി മായാവതി എന്ന പോസ്റ്റർ പോലും പതിച്ചു കഴിഞ്ഞു BSPയുടെ അണികൾ. NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറും തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുമെല്ലാം പ്രധാനമന്ത്രി പദം കൊതിക്കുന്നവരാണ്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലെ ആരായിരിക്കും ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കുന്നതിനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയണം. നമ്മുടെ ഭാവി പ്രധാനമന്ത്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.